ഹലോ അസ്സാം വലൈക്കും. ഇന്ന് ഞാൻ നല്ലൊരു അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഈന്തപ്പഴവും ചെറുനാരങ്ങയും ഇട്ടുള്ള അച്ചാറാണ്. അപ്പോൾ നമുക്ക് ചെറുനാരങ്ങ, ഞാൻ വലിയ ചെറുനാരങ്ങ എടുത്തിട്ടുള്ളത്, അതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയതിൻ്റെ ശേഷം, തിളപ്പിക്കൊന്നും വേണ്ട, ഒന്ന് ചൂടാക്കിയിട്ട് വെള്ളം കൂറ്റി കളഞ്ഞിട്ട് നന്നായിട്ട് തുടച്ചിട്ടൊന്ന് മാറ്റി വെക്കുക. എന്നിട്ടൊരു 5-6 പീസാക്കിയിട്ട് മുറിച്ചിട്ട് മാറ്റി വെക്കണം കേട്ടോ. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു 4-5 പച്ചമുളക് വേണം. പിന്നെ ഒരു 3/4 ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്. പിന്നെ ഒരു 2 സ്പൂണ് വെളുത്തുള്ളി വേണം. വെളുത്തുള്ളി കുറച്ച് അധികം എടുക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ് അച്ചാറിന് വെളുത്തുള്ളി കൂടുതൽ യൂസ് ചെയ്യുമ്പോൾ. പിന്നെ ഇതിലേക്ക് 2.5 ടീസ്പൂൺ മുളക് പൊടി വേണം. പിന്നെ ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി, പിന്നെ 1/4 ടീസ്പൂൺ കായപ്പൊടി. ഇത് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കുക. നന്നായിട്ടൊന്ന് വഴറ്റി വരട്ടെ കേട്ടോ. ആ അതിൻ്റെ പൊടികളുടേതും പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി അതിൻ്റെയൊക്കെ ഒരു പച്ച സ്മെല്ല് മാറുന്ന വരെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. നന്നായിട്ട് വഴറ്റിയെടുക്കുമ്പോഴാണ് അച്ചാറിനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ നന്നായിട്ട് വഴറ്റിയെടുക്കുക. പിന്നെ ഇതിലേക്ക് ഞാൻ വിനാഗിരി തിളപ്പിച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതിന് ശേഷം നമ്മുടെ ഈന്തപ്പഴം കുരു കളഞ്ഞത് ഇതിലേക്ക് മിക്സ് ചെയ്യാം. എന്നിട്ട് ഒരു 5 മിനിറ്റ് വരെ അത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഈന്തപ്പഴവും മുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ കൂടിയിട്ടൊന്ന് മിക്സായിട്ട് വരട്ടെ, പൊടികളെല്ലാം ചേർന്നിട്ട്. ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. അത് ഞാൻ എടുക്കാൻ മറന്നു പോയതാണ്, ക്യാമറയിൽ എടുത്തിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെറുനാരങ്ങ ഇതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് നമ്മുടെ തിളപ്പിച്ചാറിയ സുർക്ക ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ അച്ചാർ റെഡി. കണ്ടില്ലേ എന്ത് ടേസ്റ്റ്! കാണുമ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ഇല്ലേ? കാണുമ്പോൾ കഴിച്ച് നോക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നല്ലൊരു റെസിപ്പി ആയിട്ട് ഞാൻ നാളെ വീണ്ടും വരാം.